നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്രിയയുടെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് പേടിയാവാ. എന്തിന്? രാധമോളുടെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നാ ആന്റി പറയുന്നേ. കുഞ്ഞിനെ പ്രിയ അപായപ്പെടുത്തുമെന്ന് വരെ ആന്റി സംശയിക്കുന്നുണ്ട്. അത് കുഴപ്പമാണല്ലോ. അജുവേട്ടാ, നാളെ നമുക്ക് സ്നേഹസദനം വരെ ഒന്ന് പോണം. രാധമോള് വല്ലാതെ കരയുകയും ചെയ്യുന്നുണ്ട്. പാല് കിട്ടാത്തതിന്റെ ആയിരിക്കും. അച്ഛനോട് നേരിട്ട് തന്നെ സംസാരിക്കാം. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ മോളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാ അജുവേട്ടാ. അതൊക്കെ എളുപ്പം നടക്കുന്ന കാര്യമാണോ? വാസ്തവത്തിൽ രാധമോളുടെ രക്ഷകർത്താവെന്ന് പറയുന്നത് സ്റ്റേറ്റാ, അതായത് ഗവൺമെന്റ്. മറ്റുള്ളവർക്ക് രാധമോളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട്. എന്തായാലും താൻ പേടിക്കണ്ട. പോയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്തായാലും ഞാൻ തന്റെ കൂടെ ഉണ്ട്. എന്റെ പ്രതിസന്ധിയിൽ ബാക്കി എല്ലാം മറന്ന് എന്റെ കൂടെ നിന്നോളാ താൻ. താനെന്ന ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ജയിലിൽ തന്നെ കഴിയുമായിരുന്നു. എനിക്ക് വേണ്ടി താൻ നേരിട്ട പരീക്ഷണങ്ങൾ, എനിക്ക് വേണ്ടി അനുഭവിച്ച തടസ്സങ്ങൾ, താൻ ഒഴുക്കിയ വിയർപ്പ്, അതൊന്നും ഓർക്കാത്ത ഒരു ദിവസം പോലും ഇപ്പം എൻ്റെ ജീവിതത്തിലില്ല. തന്നോടുള്ള കടപ്പാട് കാണിക്കാൻ ഞാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. സത്യത്തിൽ എവിടെയോ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ. ആ അഹങ്കാരം അവസാനിപ്പിച്ച് എന്നെ ഒരു സാധാരണ മനുഷ്യനാക്കിയ സംഭവമായിരുന്നു സ്വാതി കേസ്. ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ നിസ്സഹായത മാത്രമല്ല, മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. കൂട്ടിയും കുറച്ചും വെട്ടിയും തിരുത്തിയൊക്കെ വരുമ്പോൾ പിന്നെ ബാക്കിയായത് കുടുംബബന്ധം. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുടുംബം. എനിക്ക് കുടുംബം എന്ന് പറയുന്നത് താനായിരുന്നു. അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരൻ, അവരൊക്കെ ജീവിതത്തോട് ചേർന്ന് നിന്നിട്ടുള്ളവരാണെങ്കിലും എൻ്റെ ജീവിതവും ജീവനവും താനായിരുന്നു. സത്യം.